ഈ സൈബർ സെക്യൂരിറ്റി ജോബിന് വേണ്ടിയിട്ട് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്? അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞ ആൾ, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ആൾ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ആൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് വരേണ്ടത്? അതേപോലെ തന്നെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരെങ്ങനെ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ പറ്റും? ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ തരിക എന്നുള്ളതാണ്. കാരണം ഈ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യമാണ് ഇത്. അപ്പോൾ പലപ്പോഴും ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. അപ്പം ഈ ഒരു വീഡിയോയിൽ കൂടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഞാൻ തരാം. അപ്പോൾ ആദ്യം സൈബർ സെക്യൂരിറ്റി ഫീൽഡിലോട്ട് നമുക്ക് പോവാം. എന്താണ് സൈബർ സെക്യൂരിറ്റി? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിജിറ്റൽ അസറ്റുകൾ, അല്ലെങ്കിൽ അവരുടെ സെർവർ ആവാം, ആപ്ലിക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ അവരുടെ എന്ത് ഡിജിറ്റൽ ആയിട്ടുള്ള സർവീസുകളാണോ ഇതിനെല്ലാം സെക്യൂർ ആക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അവരുടെ ആ സർവീസിന് സെക്യൂർ അല്ല എന്നുണ്ടെങ്കിൽ, എന്നും ഹാക്കായി പോവുകയാണ്, അല്ലെങ്കിൽ എന്നും ഡേറ്റ മോഷണം പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സർവീസ് ആരും എടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനി ആ സർവീസസിനെ, അല്ലെ അവരുടെ ഡിജിറ്റൽ അസറ്റ്സിനെ അവർ എപ്പോഴും സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളാണ് സൈബർ സെക്യൂരിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഒരു സൈബർ സെക്യൂരിറ്റിയിലുള്ള ഒരു ആള് ജോലിക്ക് പോകുമ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനികളുടെ ഡേറ്റയും, അതുപോലെ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസും, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ആക്സസും, അതേപോലെ തന്നെ അവരുടെ നെറ്റ്വർക്കും അവരുടെ സെർവറും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെക്യൂർ ആക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ജോബിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ എങ്ങനെ സെക്യൂർ ആക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് രണ്ടാമത്തെ ചോദ്യം. ഇതിന് നമുക്ക് പല ടൂൾസ് ഉണ്ട്, പല രീതികളുണ്ട്, പല സ്ട്രാറ്റജികളുണ്ട്. ഓരോ കമ്പനി അവരുടേതായ രീതികളിലാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനൊരു സൈബർ സെക്യൂരിറ്റിയിലോട്ട് വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പല രീതിയിലുള്ള ജോബ് റോൾസ് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിൽ അവൈലബിൾ ആണ്. കാരണം സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററോ എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഒരു പർട്ടിക്കുലർ ചെറിയൊരു ഡൊമൈൻ അല്ല. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ഡൊമൈനാണ്. ഇതിന്റെ അകത്ത് നമുക്ക് പല രീതിയിലുള്ള ജോബ് റോളുകളുണ്ട്. അത് പ്യുവർലി ടെക്നിക്കൽ ആയിട്ടുള്ള ജോബ് റോളുണ്ട്, ഇനി ടെക്നിക്കൽ പ്ലസ് ഓപ്പറേഷൻ സൈഡിൽ ഉള്ള ജോബ് റോളുണ്ട്. സോ ഓപ്പറേഷൻസ് ജോബ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ആ ഒരു നമ്മൾ ഓൾറെഡി ഒരു സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ള കുറെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനെ കൃത്യമായി മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഓപ്പറേഷൻ സൈഡിലുള്ള കാര്യം. അപ്പൊ ഒരു ടെക്നിക്കൽ പ്ലസ് ഓപ്പറേഷൻസും ഉണ്ട്, പ്യുവർലി ഓപ്പറേഷൻസ് ആയിട്ടുള്ള ജോബും ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ജോബ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ ജോബുകൾക്കെല്ലാം ഓരോ പേരും ഉണ്ട്. ഇപ്പൊ അനലിസ്റ്റ് എന്നുള്ള പേരുണ്ടാവും, സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇൻസിഡന്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറഞ്ഞ ജോബ് റോൾസ് ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ പല ജോബ് റോളും ഉണ്ട്. നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള ജോബ് റോളുകളാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ പല ജോബ് റോൾസ് ഉള്ള ഒരു ഡൊമൈനാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിലോട്ട് വരുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? സോ ഒന്നാമത്തെ കാര്യം, ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, അതായത് കമ്പ്യൂട്ടറിനും അല്ലെങ്കിൽ IT ടെക്നോളജിയെ പറ്റി ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ അതാണ് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്, ഇവർ പഠിക്കേണ്ട മിനിമം ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ നെറ്റ്വർക്ക്, ഈ രണ്ട് കാര്യങ്ങളെ പറ്റി വ്യക്തമായിട്ട് ഒരു ധാരണ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് വേണം സൈബർ സെക്യൂരിറ്റി ഡൊമൈനിനെ പറ്റി പഠിക്കാനായിട്ട്. കാരണം എന്താണ് സെക്യൂർ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സോ അതാണ് ബേസിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സോ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിന്റെയും പ്ലാറ്റ്ഫോം നമ്മൾ പറയുന്നത് നെറ്റ്വർക്ക്, സെർവേഴ്സ്, അതുപോലെ സ്റ്റോറേജ്, ഈ 3 കാര്യങ്ങളാണ് പ്ലാറ്റ്ഫോം സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ എങ്ങനെ സെക്യൂർ ആക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ പറ്റി ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ സെക്യൂരിറ്റിയെ പറ്റി കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സെക്യൂർ ആക്കാം എന്നുള്ളതാണ് പിന്നെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഡൊമൈൻ ചെറിയ കമ്പനികളിൽ കാണാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ചെറിയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഒരു വലിയൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ വലിയൊരു രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട രീതിയിലുള്ള ഡേറ്റയോ അല്ലെങ്കിൽ സർവീസുകളോ ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ തന്നെ അവർക്ക് വലിയൊരു റിസോഴ്സിന്റെ ആവശ്യം വരുന്നില്ല. കാരണം അവർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സെറ്റപ്പുകളോ വെച്ചിട്ട് അവർക്ക് സെക്യൂർ ആക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അതൊരു അഡ്മിൻ ജോബിന്റെ റോളിൽ തന്നെ വരുന്ന ഒരു കാര്യമായിരിക്കും.
അതേസമയം വലിയ കമ്പനികളെ സംബന്ധിച്ചോളം ഇപ്പൊ ബാങ്ക്, അല്ലെങ്കിൽ ഇപ്പം ആമസോൺ പോലുള്ള കമ്പനികൾ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം എന്താ പറയുക, എല്ലാ വലിയ കമ്പനികളിലും അവർക്ക് അവരുടെ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അവരുടെ ഡേറ്റ ലോസ് ആയാൽ, അല്ലെങ്കിൽ അവരുടെ നെറ്റ്വർക്കിൽ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് വരാൻ പോകുന്ന ഇമ്പാക്ട്, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ ഉപയോഗിച്ചിട്ട് അറ്റാക്ക് ചെയ്തവർക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ ആ കാര്യം പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് എപ്പോഴും അറ്റാക്കിന് വിധേയമായിക്കൊണ്ടേയിരിക്കും, പ്രത്യേകിച്ച് ഒരു ബാങ്കിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇങ്ങനെയുള്ള കമ്പനികൾ ഇവർക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി പ്രത്യേക ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഇവർ ഈ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്നത്. അപ്പം ചെറിയ ചെറിയ കമ്പനികളിൽ നമുക്ക് ഒരു സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് റോൾ കാണാൻ വളരെ കുറവാണ്. അപ്പം ഇങ്ങനെയുള്ള ജോബ് റോൾ കാണുന്നത് വെച്ചാൽ നല്ല റെപ്യൂട്ടഡ് ഫേംസും അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് മുതൽ മുകളിലോട്ടുള്ള എന്റർപ്രൈസുകളിലാണ് നമ്മൾ സെക്യൂരിറ്റി കാണുന്നത്. അപ്പൊ ഇതിന്റെ ടൂൾസ് ആണെങ്കിലും കോസ്റ്റ്ലി ആണ്. ഓപ്പൺ സോഴ്സ് വെച്ചിട്ടുള്ള ടൂളുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുകയും മാനേജ് ചെയ്ത് പോകാനായിട്ട് നല്ല എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കോസ്റ്റ് എങ്ങനെ നോക്കിയാലും കൂടുതലായിരിക്കും. അപ്പൊ ഈ കോസ്റ്റും മെയിൻറ്റെയിൻ ചെയ്യണം, പ്ലസ് ഈ റിസോഴ്സസിന്റെ എക്സ്പെൻസും നമുക്ക് കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു അഫോർഡബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ വലിയ കമ്പനികളിലാണ് ഇങ്ങനൊരു സംഭവം വരിക. അപ്പോൾ ഈ വലിയ കമ്പനികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനികളിലെല്ലാം മിക്കവാറും നമ്മൾ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഡിഗ്രി വേണം എന്നുള്ള കാര്യം അവർ മിക്കവാറും പറയാറുണ്ട്. അപ്പോൾ എവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അവർ പറയുന്നത് ഒരു മിനിമം ഡിഗ്രി അല്ലെങ്കിൽ ഇക്വലന്റ് എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രഷറെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ഇല്ല എന്നുണ്ടെങ്കിൽ ഇക്വലന്റ് എക്സ്പീരിയൻസ് വേണം. ഇക്വലന്റ് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ഉള്ള കമ്പനികൾ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ കുറവായിരിക്കും. കാരണം ഒരു കയ്യിൽ എണ്ണാവുന്ന കമ്പനികളൊക്കെ നമുക്ക് ഒരു സൈബർ സെക്യൂരിറ്റി ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈവൻ ചിലപ്പോൾ സ്റ്റാർട്ടപ്പുകളാണ്. ആ സ്റ്റാർട്ടപ്പിൽ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരിക്കലും ഡിഗ്രി ഇല്ലാതെ ഒരിക്കലും എക്സ്പീരിയൻസ് എടുത്തിട്ട് വേണം നമ്മൾ ഈ MNCകളിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ എപ്പോഴും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് തരത്തിലുള്ള ഡിഗ്രിയാണ് വേണ്ടത്? ഇതിനകത്ത് നമ്മൾ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ IT റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി എടുക്കുമായിരിക്കും ഏറ്റവും നല്ലത്. അത് ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല. അത് BTech ആണെങ്കിലും, ഇനിയും BSc കമ്പ്യൂട്ടർ സയൻസോ IT ആണെങ്കിലും കുഴപ്പമില്ല, BCE ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഏത് ഡിഗ്രി വേണമെങ്കിലും എടുക്കാം. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു IT റിലേറ്റഡ് ആയിട്ട് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലാണെങ്കിലും കുറച്ചുകൂടെ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഒരു 10th കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം +2 എടുക്കുക. +2 എടുത്തിട്ട് +2 സയൻസ് എടുക്കുമായിരിക്കും നല്ലത്. കാരണം BTechോ അല്ലെങ്കിൽ BScയിലോട്ട് പോകണമെങ്കിൽ സയൻസ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ BCE എടുക്കുക അത് കഴിഞ്ഞ ശേഷം. അപ്പോൾ എന്തായാലും സയൻസ് എടുത്തിട്ട് നോക്കുക. കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് BCAയിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, മറ്റേ സയൻസ് ഏരിയയിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ +2 കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു കണ്ടിന്യൂറ്റി കിട്ടും പഠിച്ച് പോകാനായിട്ട്. +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവർക്കുള്ള ഓപ്ഷൻ BCA ഉണ്ട്, അതുപോലെ BSc IT, BSc കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ BTech IT ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എന്നിട്ടാണ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അക്കാഡമിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എല്ലാ കമ്പനികളും നോക്കുന്നുണ്ട്. അപ്പം അക്കാഡമിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ MS എടുക്കാം, അല്ലെങ്കിൽ MBA എടുക്കാം. അങ്ങനെ ഏത് ഡൊമൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി അടുത്തത് നമുക്ക് സ്കില്ല് ബേസ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. സ്കില്ല് ബേസ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ട്രെയിനിങ്സ് അവൈലബിൾ ആണ്. അതിപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ എത്തിക്കൽ ഹാക്കിങ്, അതുപോലെ സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് ഉണ്ട്, ഇനി DevSecOps, ഇനി പ്രോഗ്രാമിംഗ് താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ DevSecOps ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റിയിലോട്ട് പോകുമ്പോൾ നമ്മൾ ഏത് ജോബ് റോൾ ആണോ എടുക്കുന്നത് അതനുസരിച്ചുള്ള സർട്ടിഫിക്കേഷൻ എടുത്താൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ മിക്കവാറും എല്ലാവരും ചോദിക്കുന്നത് CEH ആണ് മിക്കവാറും എല്ലാവരും എടുക്കുന്നത്. സോ സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ. അപ്പം ഈ ഒരു സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കേഴ്സിന് കൂടുതലും പറ്റുന്ന ഒരു ജോബ് റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെനിട്രേഷൻ ടെസ്റ്റിങ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ടെസ്റ്റിങ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഒരു CEH കൊണ്ട് ബെനിഫിറ്റ് ആകുക. അതേസമയം സൈബർ ഓപ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് എന്നൊക്കെ പറയുന്ന സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. സിസ്കോയുടെ ഒക്കെ ആണെങ്കിൽ സൈബർ ഓപ്സ് എന്നൊക്കെ പറയുന്ന സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അത് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ CISSP ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെക്യൂരിറ്റി ഓപ്പറേഷൻസ് റൺ ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ്. അവിടെ നമുക്ക് ടെക്നിക്കലി വലിയൊരു
ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ വലിയൊരു നോളജിന്റെ അവിടെ ആവശ്യമില്ല. പക്ഷെ എന്നാൽ ടെക്നിക്കലി നോളജ് ഉണ്ടായിരിക്കണം. പ്ലസ് ഈ ഓപ്പറേഷൻസിന്റെ കൂടെ ഒരു നോളജും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്പറേഷൻ സൈഡിൽ കയറാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ആ ഒരു സ്കില്ല് ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങിന്റെ വരുന്നത്. ഞാൻ അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അതിൻ്റെ അകത്ത് ഓരോ ജോബ് റോളിലും ഏതൊക്കെ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് ബെസ്റ്റ് മാച്ച് ആകുന്നതെന്നുള്ള സ്കില്ല് ബേസിലുള്ള സർട്ടിഫിക്കേഷൻ. പക്ഷെ അക്കാഡമിക് സർട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും നിങ്ങൾക്ക് മിക്കവാറും ഒരു ഡിഗ്രി വേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പം അത് എപ്പോഴും ഒരു 10th കഴിഞ്ഞിട്ട്, കാരണം 10 കഴിഞ്ഞൊക്കെ ഒത്തിരി പേര് നമ്മുടെ ഈ ഒരു ചാനലിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ പറ്റുമോ, അതുപോലെ 12ാം ക്ലാസ് കഴിഞ്ഞവരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നതിന് പ്രത്യേകിച്ച് CISSP ഒഴിച്ച് ബാക്കി ഏത് സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നതിനും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഏജോ അല്ലെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ആർക്ക് വേണമെങ്കിലും എടുക്കാം, ക്വാളിഫിക്കേഷൻ ഒന്നും വലിയ വിഷയമല്ല. പക്ഷേ നിങ്ങൾ ജോബിന് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കയ്യിൽ നിൽക്കത്തില്ല. അപ്പം ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്കിപ്പം ഇന്ത്യക്ക് പുറത്തു പോകണമെങ്കിലും ഈ ഒരു ഡിഗ്രി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജോബ് വിസയ്ക്ക് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയും നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി ചോദിക്കാൻ ചാൻസ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഡിഗ്രി എടുത്തതിന് ശേഷം നിങ്ങൾ ഡിഗ്രിയുടെ കൂടെ തന്നെ ഈ സൈബർ സെക്യൂരിറ്റി നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. അപ്പോൾ അതും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡിഗ്രി കഴിയുമ്പോഴത്തേനും നിങ്ങൾ അത്യാവശ്യം ഒരു സൈബർ സെക്യൂരിറ്റിയിൽ നോളജ് ഉള്ള ആ ഒരു ആള് പ്ലസ് ആ ഒരു ഡിഗ്രി എന്നുള്ള രീതിയിലോട്ട് നിങ്ങൾക്ക് വരാനും പറ്റും. സോ ഇതാണ് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത്. ഇനിയും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അവർക്ക് ഈ ഒരു സൈബർ സെക്യൂരിറ്റി ഇതിലോട്ട് വരണം എന്നാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സൈബർ സെക്യൂരിറ്റിയിലും പല ജോബ് ലെവലുണ്ട്, വെച്ചാൽ ഒരു ഹൈറാർക്കി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു IT റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സൈഡിൽ ജോബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, IT ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിൽ ഒരു ജോബ് ചെയ്യാത്ത ഒരാൾ മറ്റൊരു ജോബ് റോളിൽ നിന്ന് സൈബർ സെക്യൂരിറ്റിയോട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞ പ്രായം, ഒരു 10-25 വയസ്സൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പ്രായം കൂടുന്തോറും നിങ്ങളെ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രായം കുറഞ്ഞ ആൾ വർക്ക് ചെയ്യുന്ന അത്രയും പ്രൊഡക്റ്റീവ് ആയിരിക്കണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം സാലറി. കാരണം നിങ്ങൾ ഒരു എൻട്രി ലെവലിലോട്ടായിരിക്കും കയറാൻ പോകുന്നത്. അപ്പോൾ സാലറി വളരെ കുറവായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സാലറി കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറെ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയോട് സ്വിച്ച് ചെയ്യുന്നത് ഒട്ടും നല്ലൊരു കാര്യമല്ല. അതേസമയം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു IT ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് കയറാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി കോഴ്സുകൾ പഠിക്കുക, സ്കിൽഡ് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം അതിന്റെ സർട്ടിഫിക്കേഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു മിഡ് ലെവൽ ജോബ് നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ എക്സ്പീരിയൻസ് ഉള്ളത് ആ എക്സ്പീരിയൻസും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു ജോബ് റോളിലോട്ട് വേണം കയറാനായിട്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒരു കരിയറിന്റെ ആ ഒരു ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ജോലി ചെയ്തു, ആ ജോലി ചെയ്തതിന്റെ പ്ലസ് അതിനോട് നെക്സ്റ്റ് ലെവലിലോട്ടുള്ളൊരു ഗ്രോത്തും കൂടെ നമുക്കവിടെ കിട്ടും. സോ അങ്ങനെ വേണം നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യാനായിട്ട്. അങ്ങനെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല നിങ്ങളുടെ കരിയർ പെട്ടെന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും, ഒരിക്കലും താഴോട്ട് പോകില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ കരിയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നുള്ള സാലറിയാണ്. നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും നല്ല സാലറി ഉണ്ട്, പക്ഷെ അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് ഇത് കിട്ടുന്നത്. നമ്മളൊരു ഫ്രഷറായിട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നോർമലി ഉള്ള മറ്റുള്ള ജോബ് റോൾ പോലെ തന്നെയുള്ള സാലറി ആയിരിക്കും കിട്ടുക. അല്ലെങ്കിൽ ഒരു MNC-യിലോട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ MNC-കളിൽ ഒരു മിനിമം സാലറി ഉണ്ടായിരിക്കും, അതായിരിക്കും നമുക്ക് ആദ്യം കിട്ടുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഏരിയയിൽ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാലറി നെഗോഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇതിലോട്ട് നമ്മൾ വരും. അപ്പൊ പിന്നെ നമുക്ക് വരുന്ന ജോബ് റോളൊക്കെ വരും, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരിടത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും സാലറി. അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് കൂടുന്നു അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു സ്കില്ല് ബേസ് ചെയ്തിട്ടും എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. പലപ്പോഴും നമ്മൾ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന സാലറി ഒക്കെ നമുക്ക് ഇന്ത്യയിൽ കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത.
അപ്പം ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ആ ഒരു ഇതിൽ പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ ഈ ഒരു ജോബ് റോൾ ഫിറ്റിനാണ്, അതുപോലെ തന്നെ ഒരു മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ളൊരു ഒരു എന്താ പറയുക കാൻഡിഡേറ്റ് ആയി മാറുക എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പൊ അതാകുമ്പോൾ ഈവൻ ആ ഒരു പേ സ്കെയിൽ അല്ലെ ആ ഒരു ഗ്രേഡിന് അല്ലെങ്കിൽ ആ ഒരു ലെവലിന് ചിലപ്പം അത്രയും സാലറി ഉണ്ടാവത്തില്ല. പക്ഷെ അത് ഒരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് തോന്നിയാൽ കമ്പനി ഈവൻ അതിൻ്റെ അകത്ത് സ്പെഷ്യൽ അലവൻസ് ഒക്കെ ഇട്ട് ഈവൻ നെഗോഷിയേഷന് തയ്യാറാവും. അതനുസരിച്ച് നമുക്ക് ആ ഒരു സാലറി കയറി ഈവൻ വെൽക്കം ബോണസുകൾ കിട്ടും. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അത് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്രസന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇന്റർവ്യൂ ഹാൻഡിൽ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. അപ്പം ഇതാണ് സൈബർ സെക്യൂരിറ്റി ഏരിയയിലോട്ട് വരുന്ന ആൾക്കാർക്കും, അല്ലെങ്കിൽ ഈ സൈബർ സെക്യൂരിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ഈ ചാനലിന്റെ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കമന്റ്സിൽ പോസ്റ്റ് ചെയ്യുക, ആൻസേഴ്സ് തരാം.